കത്തിയുടെ സൂക്കട് തുടങ്ങി. ഏതോ വലിയ കേസിന്റെ വിധി പറയുന്നത് ഇന്നാണത്രേ. ഇന്നലെ തന്നെ പോയിരിക്കണം. വലിയ കേസ്? എനിക്കറിഞ്ഞൂടാ. ഒന്നല്ലെങ്കിൽ ഒന്ന്. എന്ന് വെച്ചാൽ തറവാട് വീട്ടിന്മേലും ജപ്തി വരും എന്നൊക്കെ പറയണ കേട്ടു. എന്നോടൊന്നും പറയാറുമില്ല, ചോദിക്കാറുമില്ല. നടക്കട്ടെ. അച്ഛന് ധാരയ്ക്ക് ആളുകൾ വരാൻ നേരായി. ദേവി, ഒന്നുമില്ല, നടന്നോളൂ. തിരക്കാണോ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. വാ. നിന്റെ വാപ്പ പറഞ്ഞു ഫലിച്ചു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. വധു പുത്തങ്കളത്തിൽ ശ്രീദേവി. വരന്റെ പാർട്ടിയിൽ പോകാൻ ഇവിടെ ആരുമില്ല, നീ ഒഴികെ. പുത്തങ്കളത്തിലെ കാരണവന്മാരും നാട്ടുകാരും പറയുമ്പോ എന്താ വിശേഷം? ക്ഷണിക്കാൻ പിന്നെ വരുന്നുണ്ടുമ്മ. എനിക്കൊരു കല്യാണാലോചന നടത്തണം. ദേ ഇവിടെ ഒരുത്തനുണ്ട്. അവന്റെ കാര്യം അന്വേഷിക്കണ്ടാക്ക്. അതിനെ കുറിച്ച് വല്ല വിചാരം ഉണ്ടാ? അബു വരുന്നു? ഇരിക്കണില്ലേ? പിന്നെ വരാം. ഒരു വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എടുത്ത് വാങ്ങിച്ചോണ്ട് വരണം. അതൊക്കെ അച്ഛനാർ നോക്കിക്കോണ്ട്. ഇവിടുത്തെ ഏർപ്പാട് എന്തൊക്കെയാ വേണ്ടതാവോ? ഇവിടെ വിശേഷിച്ചൊന്നുമില്ല. അല്ല, പാർട്ടി സദ്യ അങ്ങനെ വല്ലതും? ഒന്നുമില്ല. എനിക്ക് ആരുമില്ല കുറുപ്പേ ഇവിടെ. അല്ല, ചങ്ങാതിമാർ പുറത്തല്ലേ, സൽക്കാരവും സദ്യ അവിടെ ചെന്നിട്ടായാലും മതി. ദൂരത്തുനിന്ന് കാണാമെന്ന ആളാ. പിന്നെ കുറുപ്പേ, ശ്രീദേവിയുടെ പാസ്പോർട്ടിന്റെ കാര്യം. ഗോപിക്ക് എറണാകുളത്തൊക്കെ പരിചയമുള്ളതല്ലേ, വേഗം ശരിയായിക്കോട്ടെ. മനസ്സിലായില്ല? ഏറ്റുമാനൂരിന്നാണ്. മകള് പറഞ്ഞിട്ട് വിവരമൊക്കെ അറിയാം. മാലതി. ഇത് അടുക്കളയിൽ കൊണ്ടുവിടും. അടുക്കളയിൽ. ഇത് ഈ മുറിയിലൂടെ കേട്ടോ. ഇത് അടുത്ത മുറിയിൽ. അവൾ നിർബന്ധിച്ചിട്ടാണ് ഞാൻ തന്നെ വന്നത്. നാട്ടു നടപ്പ് അങ്ങനെയല്ലെങ്കിലും. അവസാനം രാജൻ പറഞ്ഞിടത്തേക്ക് എന്നെ വന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് മതി എന്നെല്ലാവരും സമ്മതിച്ചു. ബുദ്ധിമുട്ട് കുറയുമല്ലോ. ഞാൻ മാങ്ങുട്ടി നീണ്ട ദുബായിപ്പണ എനിക്ക് പുല്ലാണ്. മാങ്ങുട്ടി തറവാട്ടിപ്പന്നാണ്. എടാ രാജ, ചോരയുടെ ഇറങ്ങണ നീണ്ട ഒരു ബംഗ്ലാവ്. എടാ രാജ, മാങ്ങുട്ടിയാണ് വിളിക്കണത്. ഇറങ്ങിയോടാ പുറത്ത്. എടാ രാജ, നീ ആ ശ്രീദേവിയെ കല്യാണം കഴിക്കണത്? പുത്തങ്കളത്തിലെ പെണ്ണിന് മാധവമ്മയുടെ മകൻ. അവളെ നശിപ്പിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടാവും മാധവൻകുട്ടിക്ക്. മര്യാദയ്ക്ക് വെളിയിൽ പോ. പിഴയ്ക്കാൻ റെഡിയായിരുന്ന പെണ്ണുങ്ങൾ മാത്രമേ മാധവൻകുട്ടി തൊട്ടിട്ടുള്ളൂ. നിന്റെ പെങ്ങളെ വയറ് കീറിയപ്പോ 4 മാസം ഗർഭായിരുന്നു. അത് എന്റെ അല്ല. അരക്ക് വെള്ളമില്ലാത്ത അമ്പലക്കുളത്തില് ചാവാൻ ചാടായില്ലേ പെണ്ണുങ്ങള്? ചോദിക്ക. കല്യാണം കഴിഞ്ഞ് അളിയനും കൂടി സർക്കാരം നടക്കുമ്പോ ചോദിക്ക്. അവൻ പറയട്ടെ. നിനക്കെന്തറിയും? പറയൂ, നിനക്കറിയില്ലേ? എനിക്കറിയണം. ആരാണ് എന്റെ പെങ്ങളെ നശിപ്പിച്ചത്? എനിക്കറിയണം. നീ പറയില്ലേ? എന്റെ അബു, നീ ഒന്ന് സംസാരിക്കും. നിനക്കറിയും. പറ ഗോപിയല്ലേ, ഇപ്പോഴെങ്കിലും ഒന്ന് പറ.
അത് ഞാൻ പറഞ്ഞേക്കാം. ആ കേസിൽ ആ വക്കീൽ ശരിയില്ല. ആ രാജനാ, ഞാൻ ഒറ്റപ്പാലം വരെ ഒന്ന് പോയിരുന്നു. എന്താ രാജ? കുളത്തിൽ പൊന്തിയ എന്റെ പെങ്ങളുടെ ശവത്തിന് പകരം എനിക്ക് ഇവന്റെ ശവം വേണം. തറവാടിന്റെ പേരും നക്കാപ്പിച്ച കാശും കൊണ്ട് ഒതുക്കിയ കേസ് പൊക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണുന്നു. കള്ളസാക്ഷികളെ കൂലിക്കടിക്കുന്ന ഇവിടെ ശരിയായ സാക്ഷികളെ കൊണ്ടുവരുന്നത് കാണുന്നു. നിയമം കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് നിനക്ക് കൊലമരമുണ്ടാക്കും. ഞാനാണ് പറയുന്നത്, നിന്നെ നശിപ്പിച്ചേ ഞാൻ പോവും. നീ ഈശ്വരനായിരിക്കും, സൃഷ്ടിക്കാനും സംവദിക്കാനും. അതെ, അതിനടുത്തെത്തും. പണത്തേക്കാൾ വലിയ ഒരു ദൈവവും ഇവിടെ ഇല്ലടാ. 1000 ധനികൻ, 1,00,000 പ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിനക്കില്ലാത്ത ദൈവാനുഗ്രഹം എനിക്കുണ്ടടാ, പണം. ഇതെന്തിനാ? കടം വാങ്ങി ബാങ്കിൽ നിന്ന് എടുത്തല്ലേ, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഏട്ടനെടുത്തോളൂ. എന്നിട്ട് നാണം കെട്ടി തലതാഴ്ത്തി നടക്കാൻ ഇവിടെ ഏട്ടൻ ഇടവരരുത്. പൊയ്ക്കോളൂ, എവിടേക്കെങ്കിലും. അനിയത്തി, ഞാൻ രാജന്റെ കാല് പിടിക്കും, മാപ്പ് പറയും. നിനക്ക് വേണ്ടി അവന്റെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞോളാം. അരുത്, അരുത്. എനിക്കിനി അങ്ങനെ ഒരു വിവാഹം വേണ്ട. ദേവി, വേണ്ട, എനിക്കൊന്നും വേണ്ട. വീണ്ടും നാണം കിടന്നു. നിനക്കറിയാമോ, പഴയ ഒരു അസ്ഥികഷ്ണത്തിൽ നിന്നും ഒരു കൊലപാതകത്തിന്റെ ചരിത്രം തെളിയിക്കാം. ഡിറ്റക്റ്റീവ് നോവലുകളല്ല, എനിക്കറിയാം. വീണ്ടും വേണ്ടി വന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തും, സാക്ഷികളെ വിസ്തരിക്കും, FIR എഴുതിയവരെ, ഡോക്ടറെ. പഴയ ശവക്കുഴി വീണ്ടും തോണ്ടണ്ട. ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. രാത്രി ഛർദിക്കുന്നു കേട്ട് ശ്രീദേവി നിലവിളിച്ചപ്പോ ആളുകൂടി. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് കഴിഞ്ഞു. സ്വന്തം ബന്ധുക്കളെ അറിയിക്കാൻ ഞാൻ തന്നെ വേണം. അപ്പോഴാ ഇവിടുന്ന് ആള് വന്നത്. ആ, ഇവിടെ അറിയിക്കണല്ലോ. കത്ത്. എന്റെ അഭിനന്ദനങ്ങൾ. രണ്ടുപേർക്കും
എന്റെ മംഗളാശംസകൾ. വല്ലപ്പോഴും ജോലി സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, പിന്നെ മറക്കുക. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ചെയ്തതിലൊന്നിനെ പറ്റിയും എനിക്ക് പശ്ചാത്താപമില്ല. പക്ഷേ ദേവിയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. എനിക്കൊരു വിഷമവുമില്ല. ഉണ്ടാവും, ആർക്കായാലും ദുഃഖമുണ്ടാവും. അതെനിക്ക് ഊഹിക്കാം. ദുഃഖം അതെനിക്കൊരു പുതിയ അനുഭവമൊന്നുമല്ല. എല്ലാ കയ്പുകളും കടിച്ചിറക്കുമ്പോൾ ഒരോർമ്മ മാത്രം മാധുര്യമായി നിന്നു. അത് ദേവിയാണ്. നിശ്ചയിച്ചതൊന്നും ഇതുകൊണ്ട് മാറുന്നില്ല. ഉറപ്പ്. അത് ഒരാൾ മാത്രം ഉറപ്പിച്ചാൽ പോരല്ലോ. എനിക്കവിടെ മനോഹരമായൊരു വില്ലയുണ്ട്. ഇവിടെ എന്റെ ചെറിയ വീടുണ്ട്. എനിക്കൊരുക്കാനാവുന്ന എല്ലാ സുഖവും സൗകര്യവും ദേവിക്ക് തരാൻ ഞാൻ ഉറപ്പിച്ചത്. എനിക്കൊന്നും വേണ്ട ദേവി. എനിക്ക് മാളികകൾ, മുകളിൽ ഭ്രാന്തനായ അച്ഛൻ, കൂട്ടിന് കണ്ണു കാണാത്ത വല്യമ്മ, കടക്കാർ കൊത്തിവലിക്കുന്ന ഈ തറവാട് മതി. എനിക്കിതൊക്കെയാണ് വിധിച്ചത്. മതി, ധാരാളം മതി. രക്ഷിക്കാൻ ഞാനുണ്ട്. എനിക്കൊരു രക്ഷകർത്താവേ ഇനി വരാനുള്ളൂ. അയാളെ കാത്തു കഴിഞ്ഞോളാം. എല്ലാ വിഷമങ്ങളും തീർക്കാൻ അവസാനം വരുന്ന ആൾ. ദേവി, കടന്നു പോവൂ എന്റെ മുന്നിൽ നിന്ന്. കടന്നു പോകാൻ. ഈ പടി ഇനി ചവിട്ടരുത്. പുത്തൻകടത്തിലെ ശ്രീദേവിയാണ് പറയുന്നത്. പോകാൻ. നേരെ വിട്ടോളൂ. ഏറ്റുമാനൂർ. വരൂ വരൂ, ഇരിക്കും. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും. ഞാൻ മാലതിയുടെ സ്നേഹിതനാണ്, രാജഗോപാല മേനോൻ, ദുബായ്. മാലതി ഇന്നലെ തിരുവനന്തപുരം ഫ്ലൈറ്റിന് പോയി. ഇത് രവി, ഡോക്ടർ രവീന്ദ്രൻ, മാലതിയുടെ ഭർത്താവ്. നൈസ് ടു മീറ്റ് യു. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ മരുഭൂമിയിലേക്ക്. വെൽക്കം. അല്ല, ഇറങ്ങണോ? അല്പം തിരക്കിലാണ്. ഈ വഴി വന്നപ്പോൾ വെറുതെ കയറി. നടക്കട്ടെ.